ഹലോ നിതാഷയാണ്. എനിക്കറിയാവുന്നതെന്ന് പറയട്ടെ. രാത്രിയത്തെ ഡിന്നർ കുറച്ചുകൂടി സ്പെഷ്യലാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ആക്കി നോക്കണേ. നമ്മുടെ സ്പെഷ്യൽ തരി ബിരിയാണി, ചിക്കൻ തരി ബിരിയാണിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ തരി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ തരി, അതായത് റവ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ചൂടാക്കി എടുക്കുന്ന പാനിലേക്ക് ഞാൻ ഇതുപോലെ റവ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ സാധാരണ പെട്ടെന്ന് ചെയ്തെടുക്കരുത് കേട്ടോ. അത്യാവശ്യം സമയം എടുത്തിട്ട് തന്നെ വറുത്തെടുക്കണം. നല്ലൊരു മണവും നല്ലൊരു കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ തന്നെ വറുത്തെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1.5 ടീസ്പൂൺ വരെ ചേർക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഏകദേശം ഒരു 12-13 മിനിറ്റൊക്കെ എനിക്ക് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ വറവായി വരാൻ വേണ്ടിയിട്ട്. നല്ലൊരു മണവും വരും. അത്യാവശ്യം റവയൊന്ന് കളറ് മാറി കിട്ടുന്നവരെ വറുക്കുക കേട്ടോ. ഈ ഒരു തരി ബിരിയാണിക്ക് കുറച്ചൊരു ടൈം എടുക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ. ബാക്കിയൊക്കെ സിമ്പിളാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വറവ് നന്നായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തരി ബിരിയാണി കിട്ടുകയില്ല കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നോക്കിയേ, ഈ ഒരു രീതിയിൽ തരി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ കളറും മാറിയിട്ടുണ്ട്, എന്നാൽ ഒരു വേറിട്ട് നിൽക്കുന്ന ടെക്സ്ചറും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഈ ഒരു പാനിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം. അടുത്തത് ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ നമുക്ക് മസാല കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഏകദേശം 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുണ്ടായത്. ഇനിയിപ്പോൾ നമ്മളിത് ചിക്കൻ തരി ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഞാൻ ചിക്കനാണ് എടുത്തിട്ടുണ്ടായത്. ഏകദേശം ഒരു 1/4 മണിക്കൂർ മുന്നേ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, നോർമൽ മസാല തന്നെ. കുറച്ച് മഞ്ഞൾ, മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നോർമലൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചേനെ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിന് പകരം ബീഫ് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി കുറേ മുന്നേ ചെയ്തിട്ടുണ്ട് തരി ബിരിയാണി. അതുപോലെ ബീഫ്, മട്ടൺ, ചിക്കൻ, ചെമ്മീൻ ഏതും വെച്ചിട്ട് ചെയ്യുക കേട്ടോ. ഓരോന്നിനും ഓരോ ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉണ്ടാകുക. അങ്ങനെ ഇനി നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ നോർമൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ അറിയാമല്ലോ. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇടക്കൊന്ന് ഇട്ടിട്ട് നല്ലപോലെ മൊരിയിച്ചെടുക്കുക കേട്ടോ. അതുപോലെ ചിക്കൻ എടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വെന്ത് കുക്കായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ചിക്കൻ മാത്രം എടുത്തിട്ട് ചിക്കൻ ഇതുപോലെ മൊത്തത്തിൽ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ഗ്രാമ്പു, 1 ഏലക്കായ, ഒരു കുഞ്ഞു പീസ് അളവിൽ പട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 മീഡിയം വലുപ്പമുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സവാള അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലായതിനു ശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. 3 അല്ലി വലിയ അല്ലി വെളുത്തുള്ളിയാണ്. ചെറുതാണെങ്കിൽ ഒരു 4-5 എണ്ണം എടുക്കുക. പിന്നെ ചെറിയ പീസ് അളവിൽ ഇഞ്ചിയും എടുത്തിട്ട് എല്ലാം കൂടി ഒന്നിച്ച് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടുന്നവരൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 2 മീഡിയം വലുപ്പമുള്ള തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നല്ലപോലെ വെന്തോടയണം കേട്ടോ. ഈ ഒരു സവാളയും തക്കാളിയും ഒക്കെ നല്ലപോലെ മസാല നമുക്ക് ഈ ഒരു ബിരിയാണി കഴിക്കുന്ന സമയത്ത് കാണാൻ പാടില്ല. അത്രയും സോഫ്റ്റായിട്ട് തന്നെ വാടി വരണേ. അപ്പോൾ ഞാൻ ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ടാണ് വാട്ടിയെടുക്കാൻ പോകുന്നത്. അങ്ങനെ കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് സ്പൂൺ വെച്ച് ജസ്റ്റ് ഉടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഇത്രയും മതി. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ മെയിനായിട്ട് ഇതിലേക്ക് ടേസ്റ്റ് കൊടുക്കുന്ന പൊടി എന്ന് പറയുന്ന ഗരം മസാല മാത്രമാണ്. ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസിൽ അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവയും കൂടി മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി മസാലയിലൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ റവയിൽ പിടിച്ചിട്ടാണ്ട് ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് 1-2 മിനിറ്റ് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയൊക്കെ കൂടി റവയിലും കൂടി നന്നായിട്ട് മിക്സായിട്ട് കിട്ടണം.
അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2 കപ്പ് റവയിലെടുത്തത്, അപ്പോൾ 1 1/2 കപ്പ് എന്നുള്ള രീതിയിൽ 2 കപ്പിന് 3 കപ്പ് നല്ല തിളച്ച വെള്ളം റെഡിയാക്കി വെക്കണേ ഇതിന് കുറച്ച് മുന്നേ ആയിട്ട്. എന്നിട്ട് ഇതുപോലെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ഒന്നിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മുടെ തരിയൊന്നും അങ്ങനെ വേറിട്ട് നിൽക്കില്ല, നല്ല കുഴഞ്ഞ പോലെ ആയിട്ട് ഉണ്ടാകുക. പക്ഷെ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് മൊത്തത്തിൽ ഒന്നിച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്താൽ മതി. പക്ഷെ ഞാൻ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ 2-3 ബാച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കിടെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അതിനുശേഷം മുകൾ ഭാഗം നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം അടുപ്പ് തുറന്നിട്ട് മിക്സ് ചെയ്ത് സെർവ് ചെയ്താൽ മതിയിട്ട്. ആ ഒരു സമയമാകുമ്പോഴാണ് കറക്റ്റ് ടെക്സ്ചർ നമ്മുടെ റവയും തരിയൊക്കെ വേറിട്ട് കിട്ടുന്ന ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഇത് ഏകദേശം ഒരു 3-4 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതാ നമ്മുടെ തരി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. മിക്സ് ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അങ്ങനെ കുഴഞ്ഞു പോകുന്ന പരുവോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നിക്കിൽ ഇങ്ങനെ സെർവ് ചെയ്ത് കഴിക്കാം കേട്ടോ. നമ്മുടെ തരി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് സെർവ് ചെയ്ത് കഴിച്ചാൽ മതി. പക്ഷെ ഞാൻ ഇതിലേക്ക് മെയിനായിട്ട് ഒരു ഒന്നുകൂടി ഫ്ലേവറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് നെയ്യിൽ ഒരു 1-1.5 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സവാളയും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇതുപോലെ റോസ്റ്റ് നമ്മൾ താളിച്ച് വയ്ക്കുമല്ലോ അതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മുകളിലിട്ടിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് സെർവ് ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ ലാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ നല്ല ചൂടോടെ തന്നെ ഞാൻ നമ്മുടെ തരി ബിരിയാണി സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ഹെൽത്തി വേർഷൻ തന്നെയാണ്. ഒരുപാട് അങ്ങനെ എണ്ണയും കാര്യങ്ങളൊന്നും ഒഴിക്കുന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതുവരെ ഈ ഒരു രീതിയിൽ ഇങ്ങനൊരു ബിരിയാണി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്